ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചലഞ്ചിൽ ആർക്കും വിന്നർ ആവാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ പ്രൊഡക്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം. അപ്പൊ ഈ കാണിച്ച പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഹിഡൻ പ്രൊഡക്റ്റ്. അതായത് ഹിഡൻ പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ഒളിഞ്ഞ് കിടക്കണ ആ ഒരു ചലഞ്ചിന്റെ ഒരു വിന്നർ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആയിട്ടുണ്ടാവും. പിന്നെ ഒപ്പം തന്നെ അവരുടെ സൈസിന് പാകമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പോകാത്ത പ്രൊഡക്റ്റ് നമ്മൾ സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു തന്നെ. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റാണ്. ഇതൊരിക്കലും നമുക്ക് പോകാതിരിക്കില്ല. പ്രൊഡക്റ്റ് ഒരു ടീം ബുക്ക് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് മൊമെന്റിൽ അവർക്ക് അത് വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പൊ ആ ഒരു ഗിഫ്റ്റും കൂടി അവർക്ക് മിസ്സായി പോയി. ഇനി ആ ചലഞ്ചിന്റെ ഇത് കഴിഞ്ഞിട്ട്, കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇനി ആ ചലഞ്ച് കഴിഞ്ഞു. പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ ആ സെയിം ചലഞ്ച് നമ്മൾ ഇതിലെ ഒരു ഹിഡൻ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആവുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മൾ ഡ്രസ്സ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ നല്ലൊരു ക്യൂട്ട് ഡ്രസ്സ് നിങ്ങൾക്ക് ചെയ്ത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിലൊരു ഫേക്ക് സംഭവം ഒന്നും ഇല്ല. ഇതൊരു ചലഞ്ചിങ് പോയിന്റ് പോലെ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരാൾക്ക്, അതായത് നമ്മൾ സ്ഥിരം റെഗുലർ ആയിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് സന്തോഷം തന്നെ ഉള്ളൂ. അതിൽ യാതൊരു മടി നമുക്കില്ല. അപ്പൊ ജസ്റ്റ് കമന്റ് ഇടുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കണേക്കാളും ബെറ്റർ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ചലഞ്ചായിട്ട് എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ഒരുപാട് പേര് എന്താണ് പർച്ചേസ് ചെയ്യണവരുണ്ട്, പുതിയ കസ്റ്റമേഴ്സും ഉണ്ട്. അപ്പൊ അവർക്കും നമുക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ചലഞ്ചിങ് വീഡിയോ ഇടുന്നത് മാത്രമല്ല. അപ്പൊ അധികം ലാഗ് അടിപ്പിക്കാനുള്ള, ഇപ്പൊ തന്നെ നല്ല ലാഗായി. അപ്പൊ നമുക്ക് പുതിയ കളക്ഷൻസിലേക്ക് പോകാം. പിന്നെ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാലോ, നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാറ്റും ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യുന്ന നേരത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ കറക്റ്റ് ആയിട്ട് പറയേണ്ടതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. അതുപോലത്തെ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയേ, ഇത് സൈസ് XXL ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും നമുക്ക് ഇട്ട നിമിഷ നേരം കൊണ്ടൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ഇങ്ങനെ ഓഫ് വൈറ്റിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റ്. അതിൽ അതിന്റെ വർക്കിന്റെ കളർ അനുസരിച്ചുള്ള ചേഞ്ച് ആയിരിക്കും എൻ്റെ ഷോളിന് വന്നിട്ട്. പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു പട്ടിന്റെ ഒക്കെ ഒരു ടൈപ്പ് മെറ്റീരിയൽ, നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയലാണ്. സെൽഫ് കുട്ടി വർക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ സൈസ് XXL ഉണ്ട്. ലെങ്ത് ഒരു 45 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ്. അതിന്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ യോക്കിൽ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടെ നല്ല ക്യൂട്ടായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സെൽഫ് ബുട്ടി വർക്ക് നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ സ്ലീവിലടക്കം വിത്ത് ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. എൻ്റെലേക്ക് ആ ഒരു ബോർഡർ നോക്കിക്കേണ്ട, ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള നല്ല കോമ്പിനേഷൻ ആണ്. പിന്നെ അതേ സെയിം വർക്ക് തന്നെയാണ്, നല്ലൊരു വീതിയായിട്ടൊരു ജെറി വർക്ക് മിക്സ് ആയിട്ട് ആ ഒരു സീക്വൻസും സ്റ്റോണും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് ഇതിലും പോയിട്ടുള്ളത്. പിന്നെ അതിൽ ഈ ഒരു പോർഷൻ വരെ വിത്ത് ലൈനിങ്ങും അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ഉണ്ടാകും. ചെറിയൊരു ഷൈനിങ് ടൈപ്പ് ആയിട്ട്, ഏകദേശം ഒരു പട്ടിന്റെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഇല്ല, അത് നല്ലൊരു പ്രീമിയം ലെവല് കൂടിയ ടൈപ്പ് ഒരു മെറ്റീരിയൽ എന്ന് തന്നെ പറയാം. പാന്റ് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട, അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാന്റും വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതിലേക്ക് ബോർഡർ പോയിട്ടുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക് ആണ്. അത്യാവശ്യം നല്ല എട്ടുള്ള പാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെ അതിന്റെ ഷോളാണ് മെയിൻ ഹൈലൈറ്റ് വന്നിട്ടുള്ളത്. ഷോളാണെങ്കിൽ ഏകദേശം ഒരു ഷിമ്മർ ടൈപ്പ് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. അതിൻ്റെതായിട്ടുള്ളൊരു ഷൈനിങ് അതിൻ്റെ ഷോളിലും അറേഞ്ച് ചെയ്യും. പിന്നെ സ്കാൽപ്പ് ബോർഡർ വർക്കും പോയിട്ടുണ്ട്. ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. ടു സൈഡ് ആ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലെവലിൽ ആ ഒരു ത്രെഡ് കണ്ടിന്യൂറ്റി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോളിൻ്റെ സൈസൊക്കെ ഓക്കെ, നല്ല ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം. അപ്പോൾ ഇതിന് നല്ല കോൺട്രസ്റ്റ് ആയിട്ടൊക്കെ ലെവലിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ടൈപ്പ് പ്രൊഡക്റ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1595 കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു 3 പീസ് സെറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ സൈസ് XXL ഉണ്ട്. തൊട്ട് താഴെയുള്ള XL ആയിരിക്കും സൂട്ട് ചെയ്താൽ തന്നെ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് നിൽക്കും കേട്ടോ. കാരണം ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എല്ലാം അതായത് അതിന്റെ കോമൺ ആയിട്ട് ഇതിന്റെ കളറ് സെയിം തന്നെ ആയിരിക്കും. അതിന്റെ യോക്കിൽ വന്ന ത്രെഡ് വർക്കിന്റെ കളറ് മാച്ചിങ് ആയിരിക്കും ഷോളിൽ കണ്ടിന്യൂറ്റി ആയിട്ട് വന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെഡ്ഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് ഒരേപോലെയൊക്കെ ട്രൈ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് കോസ്റ്റ്യൂമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ്. അപ്പോൾ 1595 നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ് തന്നെയാണ്. നമുക്ക് ഷോപ്പിലൊക്കെ ഒരു 1800 1900 സുഖമായിട്ടൊക്കെ നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. അതും ലോക്കൽ മെറ്റീരിയലൊന്നല്ല, നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയലൊന്നും തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ. പിന്നെ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ചലഞ്ചിന്റെ കാര്യം മറക്കണ്ട.
നമ്മൾ വെറും വാക്ക് പറയണല്ല, നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ചലഞ്ചിൽ വിന്നറാവാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമൊന്നും അറിയാം, പക്ഷെ എന്നാലും ഇതിൽ ഓവർ ടാസ്ക് എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യണ കസ്റ്റമറും പിന്നെ പുതിയ കസ്റ്റമർ ആയാലും പർച്ചേസറിന് ഇതേപോലത്തെ ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ നേരത്ത് കിട്ടാറില്ല. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് ആ പർച്ചേസറിന് കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഈ കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കിക്കേ, ഇത് മെറ്റീരിയലൊക്കെ ഏകദേശം ഒരു ഷിമ്മർ ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ലെവൽ മെറ്റീരിയലാണ്, അതും ഷിമ്മറിൽ വിത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വീനെക്ക് കൺസെപ്റ്റ് ആണ്, അതിൽ ഹാൻഡ് വർക്ക് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സെറ്റ് എന്ന് തന്നെ പറയാം. സൈസ് ആണെങ്കിൽ എക്സൽ ആണ്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ ഡബിൾ എക്സൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗം കൊണ്ടിട്ടുള്ള മെഷർമെന്റ് വൺ സൈഡ് 21, ചുറ്റളവ് ഒരു 42. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 44 ഇഞ്ചാണ് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ ഇത് നോക്കിക്കേണ്ട ഒരു വീനെക്ക് ടൈപ്പിൽ അതിൽ ഹാൻഡ് വർക്ക് നല്ല ക്യൂട്ടായിട്ടുണ്ട്. നല്ല ഒരു വലിയ സ്റ്റോൺ വർക്കിലൊക്കെ പോലത്തെ ഒരു ഹാൻഡ് വർക്ക് മിക്സ് ആയിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്ലീവിൽ വരാൻ നേരത്ത് വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല, കണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റിയാണ്. പിന്നെ മെറ്റീരിയൽ ഷൈനിങ് തന്നെയാണ്, ആ ഒരു ഷിമ്മർ മെറ്റീരിയലിന്റെ സെയിം ഷൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻഡിലേക്ക് വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പ്രീമിയം ലെവൽ ടച്ച്, അതായത് വർക്കൊന്നും ഓവറായിട്ട് താല്പര്യമില്ലാത്തവർക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. പിന്നെ പാൻസ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള പാൻറ്റാണ്, റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. അത് ഏറ്റവും ബെറ്റർ എനിക്ക് തോന്നുന്നത് പാൻസ് ഈ ഒരു ടൈപ്പ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യണമായിരിക്കും. കാരണം ഈ ഒരു മെറ്റീരിയലിന് സെയിം തന്നെ പാൻസ് ഇട്ട് കഴിഞ്ഞാൽ ചിലവർ ഒരു അൺകംഫർട്ട് പറയാണ്ട് കസ്റ്റമേഴ്സ് എടുത്തവർ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാന്നത് ഇങ്ങനത്തെയൊക്കെ സോഫ്റ്റ് മെറ്റീരിയൽ പാൻസ് യൂസ് ചെയ്യണമായിരിക്കും ഇങ്ങനത്തെയൊക്കെ സെറ്റിൽ ബെറ്റർ. അതും കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതിൽ എൻഡിലേക്ക് ഒരു ബോർഡർ പോയിട്ടുണ്ട്. നല്ല തലയിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു അതിനോട് മാച്ച് ആയിട്ടുള്ള ലെവലിൽ പ്രിന്റഡ് ഷോൾ തന്നെയാണ്. അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഓൾ ഓവർ ലുക്ക് വരുന്നത് കണ്ട ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1495. 1495 ഒരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്ന ഏകദേശം ഒരു 1600 കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് തന്നെ. എങ്ങനെ വന്നാലും ഒരു 200 രൂപയൊക്കെ ഡിസ്കൗണ്ടിലാണ് നമ്മുടെ ഓൺലൈൻ പ്രൈസ് പറയാനായിട്ട്. അല്ല, കളേഴ്സും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറയാട്ടെ. അപ്പോൾ പ്രിന്ററിൽ ഷിമ്മർ മെറ്റീരിയലൊക്കെ നല്ല രീതിയിൽ എൻക്വയറി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഒന്നാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ടൈപ്പിന് ശരിക്കും വർക്കിന്റെ ആവശ്യം തന്നെ ഇല്ല. ഇത് നിങ്ങൾക്ക് വേറെ ഇട്ടാൽ തന്നെ ഒരു മസ്ലിൻ്റെയൊക്കെ ഒരു റിസൾട്ട്, അതിനേക്കാളും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. കാരണം ആ ഒരു മെറ്റീരിയൽ വേറെ തന്നെ, ആ ഒരു മെറ്റീരിയൽ തന്നെ ഒരു ഫങ്ഷൻ വേറെ ടച്ച്, ആ ഒരു ഗ്ലോ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് അതിൻ്റെതായിട്ടുള്ളൊരു പാർട്ടി വെയർ പ്രസൻസ് നിങ്ങൾക്ക് എന്തായാലും വേറെ തന്നെ ഉണ്ടാവും കേട്ടോ. വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ. മെയിനായിട്ട് അതിൻ്റെ നെക്ക് വർക്ക് വന്നിട്ടുള്ള ആ വർക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. എന്താ കളേഴ്സും എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. പിന്നെ ലെങ്ത് 44 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവർ ഹൈറ്റ്, അതായത് ഒരു 6 അടി ഹൈറ്റ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഒരു 5.6 5.8 വരെ ഉള്ളവർക്കൊക്കെ സുഖമായിട്ടൊക്കെ സൂട്ട് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് തന്നെയാണ് കേട്ടോ. കണ്ടാ, അപ്പോൾ എക്സൽ സൈസ് ആര് യൂസ് ചെയ്താൽ മതി. ഡബിൾ എക്സൽ ഇത് ട്രൈ ചെയ്യാനോണ്ട് കുഴപ്പമില്ല, കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഇത് എക്സൽ ആര് യൂസ് ചെയ്തിട്ട് ചെറിയൊരു ലൂസൊക്കെ ഉണ്ട് ഷേപ്പ് ചെയ്ത് ഫിക്സ് ചെയ്യണമായിരിക്കും ബെറ്റർ. അപ്പോൾ അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് മെറ്റീരിയൽ ഷിമ്മർ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഷിമ്മർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഇത് ബോർഡർ ടു ബോർഡർ വർക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ശരിക്കും ഈ ഒരു മെറ്റീരിയലിനൊക്കെ അത്രയും വർക്ക് തന്നെ ധാരാളമാണ്. കാരണം അതിൻ്റെ ഒരു വർക്ക്, ആ ഒരു മെറ്റീരിയൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വേറെ ഇത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ ഒരു റിച്ച് ലുക്ക് ആ ഒരു ഫാബ്രിക്കിന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈസ് ബാക്കിൽ എക്സൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഒരു ലാർജിന്റെ ഒക്കെ മെഷർമെന്റ് ഉള്ളൂ. കാരണം ഈ ഒരു ഭാഗം കൊണ്ടിട്ട് വൺ സൈഡ് 20 ചുറ്റളവ് ഒരു 40. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മെഷർമെന്റിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ മെഷർമെന്റ് ആയിട്ടൊക്കെ ഞാൻ പറയുന്ന മെഷർമെന്റ് ആയിട്ട് ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 46 ഇഞ്ച് ലെങ്ത് തന്നെ ഉണ്ട്. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ്. അതിൽ ഈ ഒരു പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് മിക്സ് പോയിട്ടുണ്ട്. അതിൽ നോക്കി വെക്കേണ്ട ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ആ ഒരു മെറ്റീരിയലിന്റെ ആ ഒരു ക്വാളിറ്റി തന്നെ ഉണ്ട്. ആ ഒരു
ക്വാളിറ്റി അതിനൊന്നും വേറെ തന്നെ കേട്ടോ, അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ അതിൻ്റെ ഷോള് അതിൻ്റെ സ്ലീവ് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത് റേഞ്ചിൽ സ്ലീവ് തന്നെ ഉണ്ട്. എൻ്റെലേക്ക് ആ ഒരു സെയിം ബോർഡർ വർക്ക് തന്നെ ഒരു നെക്കിൽ കണ്ട പോലെ തന്നെ പോയിട്ടുണ്ട്. ആ സെയിം വർക്ക് തന്നെ ബോർഡറിലും എൻ്റിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓവർ വർക്കൊന്നും താല്പര്യം ഇല്ലാത്തവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ സിമ്പിൾ ആൻഡ് നമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ എൻ്റെ പാൻറ് വരാൻ നേരത്ത് ഒരു റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ യൂസ് ചെയ്യണേക്കാളും ബെറ്റർ പാൻസ് ഇതിൻ്റെയൊക്കെ ഒരു ടൈപ്പിൽ ഇങ്ങനെ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. പിന്നെ വൺ സൈഡ് ഇലാസ്റ്റിക്, വൺ സൈഡ് ഇങ്ങനെ പട്ട പോലെ ഇങ്ങനെ പാൻസിന് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് വരാൻ നേരത്താണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രിന്റഡ് മിക്സ് ആയിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ. 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് അതിന് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. കണ്ടോ, ആ വർക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഷോളിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഷോൾ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്കൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്കും. അപ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് ലെവലായിട്ടൊക്കെ ഒരു പ്രിന്റ് മിക്സിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മുടെ പ്രൈസ് എന്ന് വെച്ചാൽ 1495. അപ്പോൾ 1495 നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ലാർജ് സൈസുകാർ യൂസ് ചെയ്യണമായിരിക്കും ബെറ്റർ. പിന്നെ കളേഴ്സ് യാതൊരു രക്ഷയില്ലാത്ത കളേഴ്സാണ് കേട്ടോ. എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ സ്ലീവൊക്കെ അത്യാവശ്യം നല്ല ഫുൾ ലെങ്ത് റേഞ്ച് ലെവലിലുള്ള സ്ലീവൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പാൻസും ആ ഒരു റയോൺ മിക്സ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഷോളാണെങ്കിലും നമ്മൾ ഫസ്റ്റിലെ കാണിച്ചിട്ടുള്ളൊരു പാറ്റേൺ ലെവലിൽ തന്നെ അതിന് കോമ്പിനേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ കളർ മിക്സ് കോമ്പിനേഷനിലാണ് അതിൻ്റെ ഷോളും വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു അടിപൊളി സെറ്റ് എന്ന് തന്നെ പറയാം. മെയിനായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ ആ ഒരു ടെക്സ്ചറും ആ ഒരു റിച്ച്നെസ്സും എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ രണ്ട് മെറ്റീരിയൽ ആയതുകൊണ്ടിട്ടാണ് ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് പോലെ ഒരു വേരിയേഷൻ തോന്നുന്നത്. ഇത് ശരിക്കും ടോപ്പ് ഡാർക്ക് തന്നെയാണ്. പിന്നെ ഒരു ചെറിയൊരു ഷൈനിങ് പോലെ നിൽക്കണ ആരം കൊണ്ടിട്ടാണ് ഒരു ചെറിയൊരു ലൈറ്റായിട്ട് ഇങ്ങനെ നല്ല അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ഷോളും കൂടി മിക്സ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. 4 കളർ ചാർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നാലും ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ആ ഒരു കളർ ചാർട്ടും കൊണ്ടിട്ടും ആ ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടും അല്ലേ. അപ്പം ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യണം കേട്ടോ. അതായത് ആ ചലഞ്ചിങ് പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളത് കേട്ടോ. ആ ചലഞ്ചിങ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത ആ നിമിഷത്തിൽ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കണമായിരിക്കും കസ്റ്റമേഴ്സിന്, നിങ്ങളാണ് വിന്നർ എന്നുള്ളത്. അതും നമ്മളൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോയിലും അത് പ്രസൻറ്റ് ചെയ്യണമായിരിക്കും ഏതാ പ്രൊഡക്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഈ കാണിച്ച ഈ കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഐറ്റം നോക്കി നോക്കിയാണ്ട. ഇതും ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. സൈസ് XXL ഉണ്ട്. നല്ല കളർ ചാർട്ടും ഇതിലൊപ്പം അവൈലബിൾ ആയിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടുന്ന ഒരു 3 പീസ് സെറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ സൈസ് XXL ഉണ്ട്. ലെങ്ത് ഒരു 45 ഇഞ്ചാണ് ലെങ്ത് വന്നത്. ഇത് നോക്കി നോക്കിയാണ്ട, റൗണ്ട് നെക്കിലാണ്. അതിൽ യോക്ക് പോർഷനിൽ ആ ഒരു ത്രെഡ് ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് തന്നെയാണ്. പിന്നെ സ്ലീവ് വരാൻ നേരത്തെ അതിൻ്റെലേക്ക് ആ ഒരു സെയിം ത്രെഡ് വർക്ക് ബോർഡർ തന്നെയാണ് പോയിട്ടുള്ളത്. ഏറ്റവും എൻഡിലേക്ക് വന്ന നേരത്തെ ആ ഒരു ബോർഡർ വർക്ക് നല്ല ക്യൂട്ടായിട്ടാണ് തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂറ്റി ആണ് കിട്ടുന്നത് കേട്ടോ. പാൻറ് വരാൻ നേരത്തെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പാൻറ്റിൻ്റെ എൻഡിലേക്ക് ഒരു ബോർഡർ പോകുന്നുണ്ട്. റൗണ്ട് ഇലാസ്റ്റിക് ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും അതും ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ, തലയിലൊക്കെ സുഖമായിട്ട് കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ തന്നെ പറയാം. അപ്പോൾ 2 സൈഡ് സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ട് നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ ഉണ്ട്. 1 സൈഡ് നല്ല സ്കാൽപ്പ് ബോർഡർ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആ ഒരു സെയിം വർക്ക് തന്നെയാണ് കോമ്പിനേറ്റ് ചെയ്ത് ഷോളും പോയിട്ടുള്ളത്. 2 സൈഡ് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ ത്രെഡ് വർക്കും അതിൽ കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളേഴ്സും ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ സൈസൊക്കെ നോക്കി നോക്കിയാണ്ട് നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും 1095 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1095 നല്ല ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ കളേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല കളർ ചാർട്ടിൽ തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. വെറും 1095 മാത്രം. ഷോളാണെങ്കിലും ചെറിയ ഷോളൊന്നുമല്ല, നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള വീതി നീളമായിട്ടുള്ള ഷോൾ തന്നെയാണ്. പുതച്ച് യൂസ് ചെയ്യാൻ പറ്റിയൊരു സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അല്ല, എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെ. ഇന്നൊരു വിധം കാണിച്ച സെറ്റിലൊക്കെ കളർ ചാർട്ട് ഒരു രക്ഷയില്ലാത്ത കളേഴ്സ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഞാൻ പറയാണ്ട് ഇഷ്ടമുള്ളത് നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 2 നമ്പറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോർവേഡ് ചെയ്തോട്ടെ. അല്ല, നിങ്ങൾ ഫോർവേഡ് ചെയ്യണ നമ്പറിൽ റിപ്ലൈ ഇല്ലെങ്കിൽ അടുത്ത കാണുന്ന നമ്പറിലേക്ക് ഒപ്പം തന്നെ മെസ്സേജ് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിരക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് റിപ്ലൈ വരൽ, അതായത് റിപ്ലൈ കൊടുക്കൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെസ്സേജസ് ഉണ്ടാവാൻ നേരത്ത് നമുക്ക് 1 by 1 ആയിട്ട് എന്തായാലും കസ്റ്റമേഴ്സിന് ഫോളോ അപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഒറ്റയടിക്ക് ഒരേ സമയത്തിൽ നമുക്ക് വാട്സപ്പ് ത്രൂ ആയിട്ട് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സൗകര്യമായിരുന്നു. അപ്പോൾ 1 by 1 ആയിട്ട് മെസ്സേജ് കൊടുക്കാൻ നേരത്ത് അതിൻ്റെതായിട്ടുള്ള ഡിലേ നിങ്ങൾക്ക് അനുഭവപ്പെടും. അല്ലാതെ നമ്മൾ ഡിലേ ആക്കണതില്ല കേട്ടാ. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നല്ല പ്യുവർ കോട്ടണിൽ വിത്ത് ലൈനിങ് ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതും സൈസ് XXL ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റ് കോമ്പിനേഷനിലാണ്. അതും കളേഴ്സ് ആണെങ്കിൽ നല്ല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ്. സൈസ് XXL ഉണ്ട്. ലെങ്ത് ഒരു 44 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കിക്കേണ്ട റൗണ്ട് നെക്കാണ്. അതിൽ യോക്ക് പോർഷനിൽ ആ ഒരു ത്രെഡും നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് കോമ്പിനേഷനും പോയിട്ടുണ്ട്. പിന്നെ പ്രിന്റ് നോക്കിയത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് തന്നെയാണ്. പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് വേറെ എക്സ്ട്രാ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി തന്നെയാണ്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് ബോർഡർ ഒരു എക്സ്ട്രാ പീസ് പോലെയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. അതിൽ ഈ ഒരു പോർഷൻ വരെ അതും നല്ല പ്യുവർ കോട്ടണിലുള്ള ലൈനിങ് തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ഒരു പ്രിന്റും വേറെ കട്ടിങ്ങോ കാര്യങ്ങളൊന്നും ബാക്കിലേക്ക് വന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്തെ ആ എൻഡിലേക്ക് ഒരു ബോർഡറിൽ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ് ബോർഡർ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ പാൻസ് അത്യാവശ്യം നല്ല ഇട്ടുള്ള പാൻസ് തന്നെയാണ്. റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ XXL ധൈര്യമായിട്ട് എടുത്തു. നമുക്ക് റെഗുലർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോട്ടണിൽ പെട്ടിട്ടുള്ള ഒരു, അതായത് പ്യുവർ കോട്ടണിലായിട്ടുള്ള ഒരു 3 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. കണ്ട ഷോളാണെങ്കിൽ അത്യാവശ്യം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. ആ ടോപ്പിനും പാൻറ്റിനും മാച്ചിങ് ആയിട്ടുള്ള ഒരു മിക്സഡ് പ്രിന്റിലാണ് വന്നിട്ട്. ഷോളിന്റെ സൈസ് നോക്കിക്കേ, നല്ല വീതി നീളമായിട്ടുള്ള പുതച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോൾഡർ സൈസാണ്. അപ്പോൾ വിത്ത് ലൈനിങ് ആയിട്ടുള്ള ഒരു കോട്ടൺ സെറ്റ്, അതായത് ഡെയിലി നിങ്ങൾക്കൊരു റെഗുലർ ഒരു വർക്കിംഗ് ലേഡീസൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഒരു ഡെയിലി വെയർ പോലെ കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റും കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ കോട്ടണിൽ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രൊഡക്റ്റാണ്. വെറും 895 നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് കേട്ടോ. അപ്പോൾ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ് കണ്ടാ. നോർമലി ഇങ്ങനത്തെ കോട്ടൺ സെറ്റൊക്കെ വരാൻ നേരത്തെ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല. പക്ഷേ നമ്മൾ ഒരുവിധം കസ്റ്റമേഴ്സ് എൻക്വയറി ചെയ്യണത് വിത്ത് ലൈനിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെ. കളേഴ്സും അതിനോടൊന്നും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ്. അപ്പോൾ കോട്ടൺ സെറ്റിൽ നോർമലി നിങ്ങൾ എത്ര റേറ്റ് കൂടി എടുത്താലും ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ടൈപ്പ് തന്നെ ആയിരിക്കും ഒരുവിധം ഐറ്റംസ് വരുന്നത്. പിന്നെ അതിന് ഇങ്ങനെ എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് ഒക്കെ പോലെ നമ്മൾ യോക്കിലൊക്കെ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വർക്കൊക്കെ അതിന് ഒരു റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ലെവലിൽ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വെറുതെ സിമ്പിൾ യോക്കിനേക്കാളും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ സെറ്റ് എന്ന് പറയാം. അതും 895 പ്രൈസ് തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാം നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിന് ആവശ്യക്കാർ അതിനനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കി കൺഫ്യൂഷൻ അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഡക്റ്റിലുള്ള എല്ലാം നല്ല കളേഴ്സ് ആണെങ്കിലും എന്നാലും ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളർ ചാർട്ടുകൾ, ഒരുപാട് കളേഴ്സ് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ കളർ ചാർട്ട് വരാൻ നേരത്ത് നിങ്ങൾ ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ വേറെ ആൾക്കാരെ പ്രൊഡക്റ്റ് കൊണ്ടുപോകും. പിന്നെ ഫസ്റ്റ് പേയ്മെന്റ് തന്നെ കസ്റ്റമേഴ്സിനായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം പറയേണ്ടത് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, നമുക്ക് ഒരുപാട് ഡെഡ് പീസുകൾ ഒരു കസ്റ്റമേഴ്സിനെ വിശ്വസിച്ച് മാറ്റി വെക്കണാരം കൊണ്ടിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൽ ഈ 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കിയത് ഇത് ഷോൾ സെറ്റ് ആണ്. അതും ഡോം മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഗൗണിൽ വിത്ത് ഷോൾ സെറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് XXL ഉണ്ട്. ലെങ്ത് ഒരു 55 ഇഞ്ച് ലെങ്ത് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതിൽ റീസ്റ്റോക്ക് വന്നതിൽ ലാസ്റ്റ് ഒരു 3 പ്രിന്റും കണ്ടും ബാലൻസ് ഓൺ, പിന്നെ വേറെ എക്സ്ട്രാ ഇതിനോട് മാച്ച് ആയിട്ടുള്ള വേറെ ഒരു പ്രിന്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു നല്ലൊരു ഓഫർ പ്രൈസിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ ആഡ് ചെയ്യണമെന്ന് മാത്രമല്ല. അപ്പോൾ ആവശ്യമുള്ളവർ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ. പിന്നെ നോക്കി വെക്കേണ്ട റൗണ്ട് നെക്കിലാണ്. അതിൽ യോക്ക് പോർഷനിൽ ഒരു ഇങ്ങനെ ഷോ ബട്ടൺ പോലെ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ബോക്സ് പോലെ ലേസും അതിൽ ബോർഡർ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ് വരാൻ നേരത്തെ ഒരു ബലൂൺ ടൈപ്പ് സ്ലീവാണ്. എൻഡിലേക്ക് ഇലാസ്റ്റിക് പോയിട്ട് ലൂസ് ടൈപ്പ് ആണ്. പിന്നെ ഇങ്ങനെ ടൈ എന്നുള്ള സംഭവം പോയിട്ടുണ്ട്, ഓപ്ഷനിലാണ്. അപ്പോൾ വേറെ സംഭവങ്ങളൊന്നുമില്ല, ഒരു ലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് പ്രൊഡക്റ്റ് പോയിട്ടുള്ളത്. അതിൽ എൻഡിലേക്ക് ഈ ഒരു കട്ടിങ് ലെവൽ ഒരു ഗൗണിലൊക്കെ വന്ന പോലത്തെ ലെവലിൽ വന്നിട്ടുണ്ട്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു സെയിം കട്ടിങ് വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് ഈ പോർഷനിൽ കട്ടിങ്ങും
ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിലും ആ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗൗൺ ടൈപ്പ് കട്ടിങ് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഷോളാണെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് അതിൽ കുറച്ച് നല്ല വീതിയായിട്ടുള്ള വൺ സൈഡ് ലേസ് ആയിട്ടുള്ളൊരു ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്രൊഡക്റ്റ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളമായിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം. നല്ല വലിയ വീതി നീളമായിട്ടുള്ള ഷോൾ കൺസെപ്റ്റിൽ ഷോൾ സെറ്റ് എടുക്കാതിരിക്കണമെങ്കിൽ ബെറ്റർ കേട്ടോ. കണ്ട, അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ 695 കേട്ടോ. നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുക്കുന്നത്. 695 ഡോം മെറ്റീരിയൽ ഷോൾ സെറ്റ് കേട്ടോ. അപ്പോൾ കളേഴ്സും നല്ല നല്ല കളർ ചാർട്ട് തന്നെയാണ്. പ്രിന്റ് ആണെങ്കിൽ ഒരു അജ്രക് പ്രിന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ടൈപ്പ് പ്രിന്റിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 695 ഒരു ഡെയിലി വെയർ പ്രൊഡക്റ്റ് പോലെയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ പ്രൊഡക്റ്റിന് ഇട്ടിട്ടുള്ളത് കേട്ടോ. കണ്ട, അപ്പോൾ മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു 795 ഈ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ അതിനേക്കാൾ ഒരു നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റും കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം തന്നിട്ടുള്ളത്. അതും ലാസ്റ്റ് ഒരൊറ്റ പീസസ് തന്നെ ഉള്ളൂ ഈ പ്രൊഡക്റ്റിൽ. അത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഡ് ഓപ്പൺ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും റെഗുലർ ആയിട്ട് ഇടുന്നവർ. അപ്പോൾ അവർക്കൊക്കെ പറ്റിയ ഒരു നല്ലൊരു പ്രൈസ് റേഞ്ചും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെ, പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ലെങ്ത് ആണെങ്കിലും ഏകദേശം ഒരു 54 ഇഞ്ചൊക്കെയാണ് ലെങ്ത് വന്നിട്ടുള്ളത്. വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പോൾ ആ പ്രിന്റിനും ആ ഒരു കളർ ചേഞ്ചിനും മാത്രമേ മാറ്റുള്ളൂ. ബാക്കിയെല്ലാം സെയിമിന് ടൈ ചെയ്യണ സംഭവം തന്നെ. ഈ ഒരു പ്രിന്റ് ജസ്റ്റ് കാണിക്കണം മാത്രമേ ഉള്ളൂ, കാരണം ഒരൊറ്റ പീസ് തന്നെ ഉള്ളൂ. ബാക്കിയെല്ലാം സ്റ്റോക്ക് കഴിഞ്ഞാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്കിതൊന്ന് നോർമലി ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ടൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞ പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടാ. ഇതൊക്കെ ബുക്ക് ചെയ്ത് മാറ്റി വെച്ചവർ ലാസ്റ്റ് പണിയെന്ന കാരണം കൊണ്ടിട്ടാണ് നമുക്കിത് വീണ്ടും കാണിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം 695 കൂടി ആവാൻ നേരത്തെ എടുക്കണവർക്ക് ലക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കളേഴ്സിൽ ഈ പ്രിന്റിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതേപോലത്തെ ഗൗൺസുകൾ നമുക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇതിൽ വീഡിയോയിൽ കാണിച്ചതും കാണിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് ഗൗൺസ് 1-2 കളേഴ്സിലൊക്കെ നമുക്ക് ഇതേപോലെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് പ്രൊഡക്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ 2 കളേഴ്സ് മാത്രമാണ് ഈ പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ XXL ആണ്. ലെങ്ത്ത് വന്നിട്ടുള്ളത് ലെങ്ത് ഏകദേശം ഒരു 52 ഇഞ്ചാണ് ലെങ്ത്ത്. ഇത് ഇന്നറും ഔട്ടറും കൂടി ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ഫുള്ള് ഓപ്പൺ ടൈപ്പ് ബട്ടൺ. എനിക്കിനെ വെക്കാൻ നേരത്ത് ഈ ഒരു ലെങ്ത് ആണ്. ഫ്രണ്ടിലേക്ക് ചെറിയൊരു ഓപ്പൺ എൻഡിലേക്ക് വരാൻ നേരത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ വന്നിട്ടുള്ളത് വെറും 1095 കേട്ടോ. ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഇന്നർ ആണെങ്കിൽ ജാറിൻ്റെ ഇന്നറൊക്കെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി നോക്കിയോ. വെറും 1095 മാത്രം പ്രൊഡക്റ്റ് വന്നുള്ളൂ കേട്ടോ. ഇതിലേത് കളർ വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് അയക്കാൻ വേണ്ടി നോക്കിക്കോട്ടെ. അപ്പോൾ ഇതിന് കഴിഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു ഹാങ്ങറിലല്ലാണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാരം കൊണ്ടിട്ട് ജസ്റ്റ് ഹാങ്ങറിലിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഇനിയും ഉണ്ട് കണ്ടാ. ഇതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലേക്കാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ലൈൻ കട്ടിൽ താഴത്ത് മാത്രം ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഫ്രിൽ ടൈപ്പ് കട്ടിങ്ങിലാണ്. റൗണ്ട് നെക്കാണ്. പിന്നെ സൈസ് ആണെങ്കിൽ XL ആണ് വന്നിട്ടുള്ളത്. ലെങ്ത് ഒരു 54 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. സ്ലീവ് ഒക്കെ വരാൻ നേരത്തെ ഫുൾ ലെങ്ത് സ്ലീവിൽ എൻഡിലേക്ക് സ്മോക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതെ, ബാക്കിലേക്ക് ആ ഒരു സെയിം കട്ടിങ് തന്നെയാണ് ബാക്കിലും വന്നിട്ടുള്ളത് കേട്ടോ. നല്ല സൂപ്പർ ഐറ്റം തന്നെയാണ്. അപ്പോൾ എൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും 995 ഉള്ളൂ. ഇതിലാകെ രണ്ട് കളേഴ്സ് മാത്രമാണ് പ്രൊഡക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. രണ്ടും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രിന്റാണ്. അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഷോളൊക്കെ ഇട്ടാൽ തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ എൻക്വയറി ഉണ്ടായിരുന്ന പ്രൊഡക്റ്റിൽ ഒന്നാണ്. ഇതെനിക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത പ്രൊഡക്റ്റാണ്. ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ നല്ലോണം എടുത്ത് പോയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ XL ഉള്ളും. ലെങ്ത് ഒരു 54 ഇഞ്ചാണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ലെങ്ത് ഈ ഒരു ലെങ്ത് റേഞ്ചിന് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഷർട്ട് കോളർ ടൈപ്പാണ്. സ്മോക്ക് ഇലാസ്റ്റിക് ആണ്. ഫ്രണ്ടിൽ 1-2 ബട്ടൺ ഓപ്പൺ ചെയ്യുക. ബാക്കി ഷോ ബട്ടൺ ആയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. സ്ലീവ് ആണെങ്കിൽ ഒരു പ്ലീറ്റഡ് സ്ലീവ് പോലെയാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഫുൾ ലെങ്ത് ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ്. ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. 2 ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും 1095 പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ ഫെയ്ഡ് അങ്ങനത്തെ വല്ല ഡാമേജ് ഡിഫക്റ്റ് ഒന്നും വരാത്ത ടൈപ്പ് പ്രൊഡക്റ്റിലൊന്നും തന്നെ ഉണ്ട്. പക്ക ഇമ്പോർട്ടഡ് ഫാബ്രിക് എന്ന് തന്നെ പറയാം. അടുത്തായിട്ട് നോക്കിയൊക്കെ അതൊരു ഷർട്ട് എക്സ്പാൻഡ് ആയി കഴിഞ്ഞാൽ പറയുന്ന ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെയാണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. 2 കളർ ചാർട്ട് മാത്രമാണ് പ്രൊഡക്റ്റിൽ വന്നിട്ടുള്ളത്. ഷോർട്ട് കോളർ ടൈപ്പിൽ
ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ്. സ്ലീവ് ആണെങ്കിൽ ഫുൾ ലെങ്ത് റേഞ്ചിൽ എൻഡിലേക്ക് ഇങ്ങനെ സ്മോക്ക് ഇലാസ്റ്റിക് വന്നിട്ട് ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ടൈപ്പാണ്. ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഒരു കംപ്ലൈൻറ്റ് വരാത്ത ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ സൈസ് ആണെങ്കിൽ ഫ്രീ സൈസ് ആണ്, എന്നാലും ഡബിൾ എക്സലായിട്ട് വരെ യൂസ് ചെയ്യാം. ലെങ്ത് ഒരു 54 ഇഞ്ചാണ്. അപ്പോൾ ഓവർ ഹൈറ്റ് ഇല്ലാത്തവർക്കും കൂടി ഫുൾ ലെങ്ത് കിട്ടുന്ന ടൈപ്പ് ഒരു പർദ്ദ ടച്ച് ആയിട്ടുള്ള ടോപ്പ് തന്നെ പറയാം. വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല, ലൈൻ കട്ട് ലെവലിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്രൈസ് ആണെങ്കിൽ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് 10.95 കേട്ടോ. നല്ല സൂപ്പർ ഫാബ്രിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ രണ്ട് കളർ ചാർട്ട് മാത്രമേ ഉള്ളൂ. അതാരം കൊണ്ടിട്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. കണ്ട, പിന്നെ പ്രത്യേകം പറയാം, ഇതിൻ്റെ റിപ്പീറ്റേഷനും കാര്യങ്ങളൊന്നും പ്രൊഡക്റ്റിൽ ഉണ്ടാവില്ല. കണ്ടാ, അപ്പോൾ ഈ കാണിച്ച പ്രിന്റിലും കളേഴ്സിലും മോഡൽസിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കിയേ, കണ്ട, ഇത് കുറച്ചൊരു ലോങ്ങിൽ എന്ന് വെച്ചാൽ ഓവർ ലോങ് എന്ന് പറയാനായിട്ടില്ല, ഒരു കഫ്താൻ ടൈപ്പ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ടെക്സ്ചർ മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഇതിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇത് കാണുന്ന ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ്. അപ്പോൾ ഒരു ഫ്രീ സൈസ് ആണ്, എന്നാലും ഡബിൾ എക്സൽ ആർ എടുത്താൽ മതി കേട്ടോ. കാരണം അതിലും കുറഞ്ഞ ആൾക്കാർ എടുത്തതിന് ഒരു സെറ്റ് ഉണ്ടാവില്ല, പക്ഷെ ഒരു കോലം ഉണ്ടാവില്ല അത് ഇട്ടെടുത്തതിന്. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഒരു 48 ഇഞ്ച് ലെങ്ത് വന്നിട്ട് എനിക്ക് വരാൻ നേരത്ത് ഈ ഒരു ലെങ്ത് റേഞ്ച് ആണ്. പിന്നെ നോക്കിക്കേണ്ട ചൈനീസ് നെക്കാണ്. പിന്നെ അതിൽ ഫ്രണ്ട് പോർഷനിൽ ഇത് ഫുൾ ഓപ്പൺ ടൈപ്പ് ബട്ടനാണ്. പിന്നെ സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് വേറെ കഫ്താനിലെ ടൈപ്പ് തന്നെ ലെവലിലുണ്ട ഒരു ഷർട്ട് ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ആയിട്ടുള്ള ബട്ടൺ ലെവൽ തന്നെയാണ് സ്ലീവിൻ്റെ എൻഡ് വരെ വന്നിട്ടുള്ളത്. ബാക്കിലേക്ക് വേറെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് പറയാനായിട്ടുള്ള മെറ്റീരിയൽ ടെക്സ്ചറാണ്. ഒരു സ്ട്രൈപ്പ് പോലെ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് കുറഞ്ഞ രീതിയിൽ ആ ഒരു മെറ്റീരിയലിൽ പോയിട്ടുണ്ട്. അപ്പോൾ 3 കളർ ചാർട്ട് മാത്രമേ നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് വെറും 9.55 ഉള്ളൂ കേട്ടോ. 9.55 കഫ്താനിൽ നിങ്ങൾക്ക് ഒരു കാഷ്വൽ വെയറിലൊക്കെ സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ 3 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. എല്ലാം ഒരുവിധമൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണ്, പക്ഷെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ ചാർട്ട് തന്നെയാണ്. കേട്ടോ, നല്ല മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ കളർ എന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി നോക്കിയോ. നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണ പ്രൊഡക്റ്റിൽ ഒന്നാണ് കേട്ടോ. കണ്ടാ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ്. കഫ്താനൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി നോക്കിയോട്ടെ. അടുത്തായിട്ട് നോക്കിയൊക്കെ കോഡ് സെറ്റാണ് വന്നിട്ടുള്ളത്. എക്സൽ സൈസിൽ ഒരു ബബിൾ പ്രിന്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ മെറ്റീരിയലാണ്. അപ്പോൾ ഓവർ ലെങ്ത് ഒന്നുമില്ല, ഈ ഒരു ലെങ്ത് റേഞ്ചിലാണ് എക്സൽ സൈസിൽ വന്നിട്ടുള്ളത്. ഇതിൽ വിത്ത് ലൈനിങ്ങും ഒപ്പം അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 30 ഇഞ്ച് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു വർക്ക് ടൈപ്പായിട്ട് എക്സ്ട്രാ ഒരു ലീഫി വർക്ക് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. സ്ലീവ് ആണെങ്കിൽ നോക്കിക്കേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം ലെങ്ത് റേഞ്ച് എന്ന് പറയാം. എൻഡിലേക്ക് ഇലാസ്റ്റിക് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ടൈ ചെയ്യുന്ന സംഭവം പോയിട്ടുണ്ട്. ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. വേറെ കട്ടിങ് സംഭവങ്ങളൊന്നുമില്ല. പാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു 38 ഇഞ്ചൊക്കെ ലെങ്ത് വന്നിട്ടുള്ള പാൻറ്റാണ്. അപ്പോൾ എനിക്കെന്നെ വെക്കാൻ നേരത്ത് ഈ ഒരു എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലൂസിൽ ഈ ഒരു ലെങ്ത്തിലൊക്കെ പ്രൊഡക്റ്റിൽ പാൻസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു എക്സൽ ആയിരിക്കും മാത്രമല്ല ലാർജ് ആയിരിക്കും കൂടി ഫ്രീ സൈസ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ളൂ വെറും 9.95 കേട്ടോ. അപ്പോൾ 9.95 നല്ല കളർ ചാർട്ടിലും പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും ഇത് 4 കൂടുതൽ കളേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നതാണ്. നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തു പോയിട്ടുള്ള പ്രൊഡക്റ്റിൽ ഒന്നാണ് കേട്ടോ. കണ്ടാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കാൻ വേണ്ടി നോക്കിക്കോ. ഇത് നരച്ച ടൈപ്പ് കളറൊന്നുമല്ല കേട്ടോ. അത്യാവശ്യം ഡെപ്ത് ഉള്ള കളർ ചാർട്ടിൽ തന്നെയാണ് ഡാർക്ക് ആയാലും പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയണ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ. കാരണം ഇങ്ങനത്തെ കോഡ് സെറ്റ് ഇപ്പം അധികം വരാറില്ല. നല്ല പ്രൊഡക്റ്റ് നമ്മൾ കണ്ടതിന് എന്തായാലും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ. ടീനേജിനൊക്കെ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള ടൂണിക് ടോപ്പ് വന്നിട്ടുണ്ട്. അതും ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് കേട്ടോ. അപ്പം ലെങ്ത് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് കൂട്ടിയാൽ മതി കേട്ടോ. കാരണം ബാക്കിൽ ലാർജ് തന്നെ കൊടുത്തേക്കണ അത്യാവശ്യം ഇങ്ങനെ സ്ട്രെച്ചബിൾ ആവുന്ന മെറ്റീരിയൽ തന്നെയാണ്, ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ്. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ഏകദേശം ഒരു 36 ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അതായത് നീ ലെങ്ത് ടോപ്പിൽ നിങ്ങൾക്ക് ഒരു കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. സ്ലീവ് വരാൻ നേരത്ത് നോക്കിക്കേണ്ട നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീവ് ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഷോ ബട്ടനൊക്കെ പോയിട്ട് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ഫുൾ ലെങ്ത് റേഞ്ചിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു അട്രാക്റ്റീവ് സ്ലീവിലൊക്കെ കിട്ടുന്ന ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആയിട്ടുള്ളൊരു ടോപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. റേറ്റ് 7.95 കേട്ടോ. നല്ല സൂപ്പർ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ 7.95 നിങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടാവില്ല. മെറ്റീരിയൽ ആയാലും അതിൻ്റെ ഔട്ട്ലുക്ക് ഫാബ്രിക് ഒക്കെ കൊണ്ടിട്ട് നല്ല
പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ. നല്ല കളർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡാർക്കിലും ലൈറ്റിലും മിക്സ് ആയിട്ട് നമ്മൾ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടാ, അപ്പോൾ ഇട്ടതിനാൽ തന്നെ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നിക്കണ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കിൽ ഒന്ന് തന്നെയാണ്. ഇപ്പം നല്ല ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ഫാബ്രിക്കാണ് കേട്ടോ നമ്മളീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഷോപ്പിലൊക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അതായത് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാണ്ട് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന പ്രൊഡക്റ്റിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഒരു റിച്ച്നെസ് ലുക്ക് ഒന്ന് വേറെ തന്നെയാണ് ആ ഒരു മെറ്റീരിയലിന് കേട്ടോ. അപ്പോൾ നല്ല നല്ല കളർ ഓപ്ഷൻസ് നമ്മൾ ഡാർക്കിലും ലൈറ്റിലും നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയോ. ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം. നല്ല ഭംഗിയായിട്ടുള്ള ടോണിക് സ്റ്റോപ്പിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണിച്ച കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ.